Hello everyone, welcome back to another video. Computer Networks and Securityയുടെ പാർട്ട് 10 ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ് 3 എണ്ണമാണുള്ളത്. റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസ്, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ് ആൻഡ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ. ഇതിൽ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളും നമ്മൾ പഠിച്ചു, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളും പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് പ്രോട്ടോക്കോളായിട്ടുള്ള ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ് ആണ്. ഓക്കെ, ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇതിനകത്ത് 3 മെത്തേഡ്സും വരുന്നുണ്ട്: Fdma, Tdma, CDMA. അപ്പോൾ എന്താണ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ്? നമ്മൾ ഇതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ അതെന്താണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ. Channelization is basically a method that provides the multiple access, and in this the available bandwidth of the link is shared in time, frequency or through the code in between the different stations. അപ്പോൾ ചാനലൈസേഷൻ പ്രോട്ടോക്കോളിൽ മെയിനായിട്ട് എന്തിനാണ് ഈ പ്രോട്ടോക്കോൾസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്? കോളിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേഷൻസിനും ഉള്ള ബാൻഡ് വിത്തിനെ ടൈം, ഫ്രീക്വൻസി അതുപോലെ കോഡ് ഈ ഒരു രീതിയിൽ ഷെയർ ചെയ്യും. അതായത് അവൈലബിൾ ബാൻഡ് വിത്ത് ഓഫ് ദ ലിങ്ക് ഈസ് ഷെയർഡ് ഇൻ ടൈം, ഫ്രീക്വൻസി ഓർ ത്രൂ ദ കോഡ് ഇൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേഷൻസ്. അതാണ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ. ഇതിൽ 3 പ്രോട്ടോക്കോൾസാണുള്ളത്: Fdma, അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, പിന്നെ Tdma, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ആൻഡ് CDMA, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇതിൽ നമ്മൾ Fdma, Tdma നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. First one, frequency division multiple access. In frequency division multiple access, the available bandwidth is divided into frequency bands. അതായത് ബാൻഡ് വിത്തിനെ എന്തിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഫ്രീക്വൻസിയുടെ ഫോമിൽ ഡിവൈഡ് ചെയ്യും. ഈച്ച് സ്റ്റേഷൻ ഈസ് അലോക്കേറ്റഡ് എ ബാൻഡ് ഇൻ ഓർഡർ ടു സെൻഡ് ഇറ്റ്സ് ഡേറ്റ. അപ്പോൾ ഓരോ സ്റ്റേഷനും എന്ത് ചെയ്യും? ഓരോ ഫ്രീക്വൻസി ബാൻഡിനെ അങ്ങ് എടുക്കും. ഇതിനൊരു മെയിൻ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ FM സ്റ്റേഷൻ എക്സാമ്പിളാണ് അല്ലേ. അതിൽ ഓരോ ഫ്രീക്വൻസി വരുന്നതും ഓരോ സ്റ്റേഷൻ അല്ലേ. ഇപ്പോൾ 99.5 എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, 99.6 എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, അങ്ങനെ ഓരോ ഫ്രീക്വൻസി ബാൻഡ്സ് ഉണ്ട്. ഈ സ്റ്റേഷൻ മേക്സ് ദ യൂസ് ഓഫ് ബാൻഡ് പാസ് ഫിൽട്ടർ ഇൻ ഓർഡർ ടു കൺഫൈൻ ദ ഫ്രീക്വൻസീസ് ഓഫ് ദി ട്രാൻസ്മിറ്റർ. ഇപ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ഫ്രീക്വൻസീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബാൻഡ് പാസ് ഫിൽറ്റർ, ഫ്രീക്വൻസീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് സ്റ്റേഷൻ ഇൻ്റർഫെറൻസ്, ദ അലോക്കേറ്റഡ് ബാൻഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്മോൾ ഗാർഡ് ബാൻഡ്സ്. അപ്പോൾ ഇവിടെ സ്റ്റേഷൻസ് തമ്മിലുള്ള ആ ഒരു ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൾട്ടിപ്ലെക്സിങ് പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ X ആക്സിസിലെ ടൈമും Y ആക്സിസിൽ ഫ്രീക്വൻസിയും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും? ഫ്രീക്വൻസീസിനെ ഫ്രീക്വൻസീസ് ബാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇത് തമ്മിലിപ്പം ഈ ഒരു ഇത് സ്റ്റേഷൻ 1 യൂസ് ചെയ്യും, ഈ ഒരു ബാൻഡ് സ്റ്റേഷൻ 2 യൂസ് ചെയ്യും. അങ്ങനെ ഓരോ ബാൻഡ്സും ഓരോ സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നതിന് ഇത് കൊണ്ട് തന്നെ നമുക്ക് കൊളിഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാൻഡ്സ് തമ്മിലുള്ള ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യും? ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യും. ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. സിമ്പിളായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതൊന്ന് നോക്കാം. അഡ്വാൻറ്റേജസ്: ദിസ് ടെക്നിക്ക് ഈസ് എഫിഷ്യൻറ്റ് വെൻ ദ ട്രാഫിക് ഈസ് യൂണിഫോംലി കോൺസ്റ്റൻറ്റ്. ട്രാഫിക് യൂണിഫോംലി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പം ഇതെന്താണ്? എഫിഷ്യൻ്റ് ആണ്. ഇൻ കേസ് ഇഫ് ദ ചാനൽ ഈസ് നോട്ട് ഇൻ യൂസ് ദെൻ ഇറ്റ്സ് സിറ്റ്സ് ഐഡിൽ. ചാനൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും ആ ഒരു ബാൻഡ് ഇത്രയും. Fdma is simple algorithmically and the complexity is less. ഇപ്പോൾ കോംപ്ലക്സിറ്റി കുറവാണ്. For Fdma there is no restriction regarding the type of base band or the type of modulation. ഇപ്പോൾ മോഡുലേഷൻ ടൈപ്പ്, ബേസ് ബാൻഡ്, അപ്പോൾ ഇതൊന്നും തമ്മിൽ ഒരു എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല.
അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദ ബാൻഡ് വിഡ്ത്ത് ചാനൽ ഈസ് നാരോ എന്നാണ്. ബാൻഡ് വിഡ്ത്ത് ചാനൽ നാരോ ആണ്. ദ ഗാർഡ് ബാൻഡ് പ്രസൻറ്റ് ഇൻ FDMA റെഡ്യൂസസ് ദ ബാൻഡ് വിഡ്ത്ത് അവൈലബിൾ ഫോർ യൂസ്. അപ്പം ഗാർഡ് ബാൻഡും കൂടെ വരുമ്പം എന്ത് ചെയ്യും, ബാൻഡ് വിഡ്ത്ത് അങ്ങ് റെഡ്യൂസ് ആവും. ഈച്ച് സ്റ്റേഷൻ ഈസ് അസൈൻഡ് ദ ബാൻഡ് വിഡ്ത്ത് പെർമനൻ്റ്ലി ദാറ്റ് റെഡ്യൂസസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. ബൈ യൂസിങ് FDMA ദ മാക്സിമം ഫ്ലോ റേറ്റ് പെർ ചാനൽ ഈസ് ഫിക്സ്ഡ് ആൻഡ് സ്മോൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് TDMA, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇൻ ദിസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ്. എങ്ങനെയാണ് ഇവിടെയും ബാൻഡ് വിഡ്ത്തിനെ ഷെയർ ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ഷെയർ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലായിരിക്കും, ടൈമിൻ്റെ ഫോമിലായിരിക്കും. ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ സ്റ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈം. To avoid collision time is divided into slots and stations are allotted these slots to transmit data. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈമായിട്ട് നമ്മളിവിടെ മറ്റിടത്ത് പഠിച്ചത് ഫ്രീക്വൻസി ആയിരുന്നു ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ടൈമിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഓരോ ടൈം സ്ലോട്ടിലും ഓരോ സ്റ്റേഷൻ അങ്ങ് അലോക്കേറ്റ് ചെയ്യും. However, there is an overhead of synchronization as each station needs to know its time slot. This is resolved by adding synchronization bits to each slot. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്റ്റേഷനും അവരുടെ ടൈം സ്ലോട്ട് ഏതാണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, സിങ്ക്രണൈസേഷൻ ബിറ്റ്സ് ഓരോ സ്ലോട്ടിലും ആഡ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തിനെ ഇവിടെ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അനദർ ഇഷ്യൂ വിത്ത് TDMA ഈസ് പ്രൊപ്പഗേഷൻ ഡിലേ വിച്ച് ഈസ് റിസോൾവ്ഡ് ബൈ ആഡിങ് ഓഫ് ഗാർഡ് ബാൻഡ്സ്. ഇവിടെ പ്രൊപ്പഗേഷൻ ഡിലേയും ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ഹെഡ് ഓഫ് സിങ്ക്രണൈസേഷൻ വരുന്നുണ്ട്. അത് സിങ്ക്രണൈസേഷൻ കുറയ്ക്കുന്നത് സിങ്ക്രണൈസേഷൻ ബിറ്റ്സ് ഓരോ സ്ലോട്ടിലും ആഡ് ചെയ്തുകൊണ്ടും, അതുപോലെ പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്, അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡ് ബാൻഡ്സ് എന്ത് ചെയ്യും, ഇവിടെയും യൂസ് ചെയ്യും, ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. മൾട്ടിപ്ലെക്സിങ് പഠിച്ചപ്പോൾ നമ്മളിതും പഠിച്ചതാണ്. Advantages of TDMA. TDMA separates users according to time. This ensures that there is no interference from the simultaneous transmissions. അപ്പോൾ TDMA ഓരോ യൂസേഴ്സിനെയും ടൈമിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവത്തില്ല അല്ലേ. ഇൻ TDMA നോ ഫ്രീക്വൻസി ഗാർഡ് ബാൻഡ് ഈസ് റിക്വയർഡ്. TDMA shares a single carrier frequency with multiple users for communication. ഒരു കാരിയർ ഫ്രീക്വൻസി മാത്രം മതി, മൾട്ടിപ്പിൾ യൂസേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഹിയർ ദ യൂസർ ഈസ് ഓൺലി ആക്റ്റീവ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇൻ ഇറ്റ്സ് അലോക്കേറ്റഡ് ടൈം ഫ്രെയിം, സോ ഇറ്റ് സേവ്സ് പവർ. അപ്പോൾ അതിൻ്റെ അലോക്കേറ്റഡ് ടൈമിൽ മാത്രമേ ഓരോ യൂസറും എന്ത് ചെയ്യത്തുള്ളൂ, ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പവർ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ എൻഹാൻസ്ഡ് നെറ്റ്വർക്ക് ഇതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ പേഴ്സണൽ ഡിജിറ്റൽ സെല്ലുലാർ, ഇതൊക്കെ ടൈം ഡിവിഷൻ മീഡിയ ആക്സസിന് എക്സാമ്പിളാണ്. എന്താണ് PDC, പേഴ്സണൽ ഡിജിറ്റൽ സെല്ലുലാർ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ എൻഹാൻസ്ഡ് നെറ്റ്വർക്ക്. അതെന്തിന് എക്സാമ്പിളാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് മെത്തേഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. CDMA technique differs from the FDMA because only one channel occupies the entire bandwidth of the link. അപ്പം CDMA ഡിഫർ ചെയ്യുന്നത് ഇവിടെ ത്രൂ കോഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ FDMAയുമായിട്ട് നോക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചാനൽ മാത്രമേ ഒരു എൻ്റയർ ബാൻഡ് വിഡ്ത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ. FDMAയിൽ ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെയല്ല ഇവിടെ എങ്ങനെയാണ്, വൺ ചാനൽ ഓക്കുപ്പൈസ് ദ എൻ്റയർ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ലിങ്ക്.
The CDMA technique differs from the Tdma because all the stations can send data simultaneously as there is no time sharing. ഇപ്പോൾ TDMAയിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ആ ഒരു സ്റ്റേഷന് ഇത് ഡേറ്റാസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ CDMA ടെക്നിക്കലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ സ്റ്റേഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ്ലി ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ സാധിക്കും. The CDMA technique simply means communication with a different code. അപ്പം എന്താണ് ഈ CDMA എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡിഫറെൻറ്റ് കോഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ ദ CDMA ടെക്നിക് ദർ ഈസ് ഓൺലി വൺ ചാനൽ ദാറ്റ് ക്യാരീസ് ഓൾ ദ ട്രാൻസ്മിഷൻ സൈമൾട്ടേനിയസ്ലി. FDMAയിലാണെങ്കിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, TDMAയിലാണെങ്കിലും അതുപോലെയാണ് അല്ലേ. പിന്നെ TDMAയിലാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ മാത്രമേ ആ ഒരു സ്റ്റേഷന് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല, സൈമൾട്ടേനിയസ്ലി ഡേറ്റാസ് സെൻഡ് ചെയ്യും. ഡിഫറെൻറ്റ് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. CDMA is mainly based upon the coding theory where each station is assigned a code. Code is a sequence of numbers called chips. ഇത് കോഡിംഗ് തിയറി ബേസ് ചെയ്തിട്ടാണുള്ളത്. CDMA വർക്ക് ചെയ്യുന്നത് കോഡിംഗ് തിയറി ബേസ് ചെയ്തിട്ടാണ്. ഓരോ സ്റ്റേഷൻ എന്ത് ചെയ്യും, ഓരോ കോഡ് കൊടുക്കും. അപ്പോൾ ആ കോഡിനനുസരിച്ച് ആ സ്റ്റേഷൻ ആക്റ്റീവ് ആവും. ഓരോ സ്റ്റേഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് മാത്രമേ ആ ചാനൽ യൂസ് ചെയ്യത്തുള്ളൂ. ഈ കോഡെന്ന് പറഞ്ഞാൽ എന്താണ്, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ സീക്വൻസ് ഓഫ് നമ്പേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റേഷനെ അസൈൻ ചെയ്യുന്നത്. ഈ കോഡ് അസൈൻ ചെയ്യുന്നതിന് ഈ കോഡിനെ സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെ ചിപ്സ് എന്ന് പറയും. അതാണ് ചിപ്സ്. ഇത്രയാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡിഫറെൻറ്റ് കോഡ്സ്. അഡ്വാൻറ്റേജസ് ഓഫ് CDMA. CDMA പ്രൊവൈഡ് ഹൈ വോയിസ് ക്വാളിറ്റി ദാൻ FDMA ആൻഡ് TDMA. ഹൈ വോയിസ് ക്വാളിറ്റി. CDMA uses low power than FDMA and TDMA for its operations. The capacity of the system is higher than the TDMA and FDMA as compared to CDMA. Okay. Capacity of the system is higher. CDMA is better cost effective. Hackers can decode the communication of CDMA. ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ്. With increasing the number of users, the performance of CDMA decreases. ഇപ്പോൾ യൂസേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ പെർഫോമൻസ് ഇവിടെ എന്ത് ചെയ്യും, കുറയും. Due to the requirement of types of equipment, the cost of CDMA is higher. ഇത്രയുമാണ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ്. അപ്പോൾ മൂന്നെണ്ണമുള്ളത് FDMA, TDMA ആൻഡ് CDMA. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. FDMA എന്ന് പറയുമ്പം അവൈലബിൾ ബാൻഡ് വിഡ്ത്തിനെ ഫ്രീക്വൻസീസിൻ്റെ ബേസിൽ യൂസ് ചെയ്യും. അടുത്ത TDMA ആകുമ്പോഴത്തേക്കും ടൈം സ്ലോട്ടായിട്ട് യൂസ് ചെയ്യും. CDMAയിലെന്ന് പറഞ്ഞാൽ കോഡ്സായിട്ട്, കമ്മ്യൂണിക്കേഷൻ ത്രൂ കോഡ്സായിട്ട് ഇരിക്കും. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.